കാരണം പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി പ്രത്യേകിച്ച് ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിലവിലുണ്ടായിരുന്ന ഒരു ക്രിസ്ത്യാനിറ്റിയെ പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് ഒരു മാറുകയും തുടർന്ന് വന്ന ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ മുസ്ലിമാരുടെ വരവിന് ശേഷം ഇവിടെ പെന്തക്കോസ് സഭകൾ ഉണ്ടാകും, ചർച്ചക്കൂർ പോലുള്ള സഭകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഈ പോലുള്ള സഭകളുണ്ട്. ഈ സഭകൾക്കകത്തെല്ലാം ജാതീയത ഉണ്ട് എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിമർശനം എന്ന് പറയുന്നത്. ആ വിമർശനങ്ങൾക്കെതിരെയുള്ള സാറിന്റെ മറുപടിയാണ്. ഇതിന് പുള്ളി കൊടുക്കാൻ പോകുന്ന ഒരു ഉത്തരം വളരെ കോമഡിയാണ്. പുള്ളി ചോദിച്ചിരിക്കുന്നത് പെന്തക്കോസ്തിലെ ജാതീയതയെക്കുറിച്ചാണ്. പെന്തക്കോസ്തിലെ ജാതീയതയെക്കുറിച്ച് എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യുന്നു, അതിനെക്കുറിച്ച് അഭിപ്രായം എന്താണ്? അപ്പോൾ എന്തായിരിക്കും നാച്ചുറലി ഒരു ഉത്തരം? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും, അതിനുശേഷം അതിന്റെ കാരണത്തെക്കുറിച്ച് സംസാരിക്കും. ഇപ്പൊ പുള്ളി കൊടുക്കാൻ പോകുന്ന ഒരു ഉത്തരം നോക്കിക്കോണം. രണ്ട് കാര്യങ്ങളാണ് ജാതീയ നേരിടുന്നത്. ഒന്ന് സമരമാണ്, രണ്ട് സ്ഥാപിക്കലാണ്. സ്ഥാപിക്കലില്ലാതെ സമരത്തിന് പ്രസക്തി. അതായത് നിങ്ങൾ അവിടെ വരാൻ യോഗ്യനാണ് എന്ന് നിങ്ങൾ കർമ്മം കൊണ്ടും നിങ്ങൾ എന്ന മനുഷ്യന്റെ ആ പ്രൊഫൈൽ കൊണ്ടും സ്ഥാപിച്ചെടുക്കുന്നിടത്ത് നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റും. ഇതാണ് അംബേദ്കർ അതാണ് പറയുന്നത്. അപ്പോൾ അത് വസ്ത്രധാരണം അടക്കം അംബേദ്കർ ചെയ്തൊരു സമരമാണ്. അംബേദ്കർ അതിനോട് സ്വീകരിച്ച സ്ട്രാറ്റജി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതേപോലെ തന്നെ പെന്തക്കോസ്ത് സഭകളിൽ ജാതീയതയ്ക്കൊത്ത് ശ്രേണികളുണ്ട്. ഇപ്പോൾ ക്നാനിയ സമൂഹം അവർ വേറിട്ട് തന്നെയാണ്. അതുകൂടാതെ ദലിത് കമ്മ്യൂണിറ്റികൾ, ചേർമർ, സാമ്പവർ, സിദ്ധനർ, ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട ആളുകൾ. പിന്നെ ഈഴവസം നല്ല പോലെ. ഇങ്ങനെ ഇവരെല്ലാം വേറിട്ട് നിൽക്കുന്നു പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജാതീയത ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിറ്റിയോട് സമരം ചെയ്ത് അവരുണ്ടാക്കിയതാണ്. ഞങ്ങൾക്ക് നിങ്ങളോടൊത്തുള്ള ഇത് വേണമെങ്കിൽ ഇതാ, നിങ്ങൾക്ക് ഞങ്ങളെ വേണമെങ്കിൽ ഇതാ, ഞങ്ങൾ മാറി നിന്നുകൊണ്ട് ഒരു ബദൽ സൃഷ്ടിക്കുന്നു. ആ ബദൽ സമരമല്ലേ? അത് സമാന്തരമായ ഒരു പ്രസ്ഥാനമായിട്ട് ഇപ്പുറത്ത് മാറിയില്ലേ? ആസ്തിയുള്ള സാധ്യതകളുള്ള ഒരു പ്രസ്ഥാനം ക്യാൻവാസം അവർ ഉണ്ടാക്കിയപ്പോൾ പിന്നെന്താ പ്രശ്നം കിടക്കുന്നത്? ഇനി അവരാണ് അതിനെ നല്ല നിലയിൽ ഗൈഡ് ചെയ്ത് പോകുന്നത്. പെന്തക്കോസ്തൽ ജാതീയതയുണ്ടെന്ന് വളരെ വലിയൊരു പരാമർശം ഉയർന്നു വരാറുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോഴത്തേന് ജാതീയതയെ നേരിടേണ്ടത് എങ്ങനെയാണെന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിക്ക് അത് ഓപ്പൺലി സമ്മതിക്കാനൊരു വൈക്ലഭ്യം ഉള്ളത് കൂട്ടും. പുള്ളിയോടെ ക്രിസ്ത്യാനിറ്റിയിൽ ജാതീയതയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേന് ആദ്യം നോർമലൈസ് ചെയ്തിട്ട് ക്രിസ്ത്യാനിറ്റിയിലുണ്ട്, അതേപോലെ തന്നെ ഇസ്ലാമിലും ഉണ്ടെന്ന് പറയും. അതിനുശേഷം പെന്തക്കോസ്തിനെ കുറിച്ച് ചോദ്യം ഉയരുമ്പോഴത്തേന് തീരെ അതിന് ചെവി കൊടുക്കാത്ത രീതിയിലാണ്. പുള്ളിക്ക് നല്ല രീതിയിൽ മനസ്സിലാകുന്നുണ്ട്, പക്ഷേ പുള്ളി ഉരുളാൻ നല്ല മിടുക്കനാണ്. മെഴുകലിസ്റ്റ് എന്ന് തന്നെ പറയണം. PhD ഇൻ മെഴുകോളജി ചെയ്തൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് പുള്ളിയെ തോന്നുന്നത്. പിന്നെ പുള്ളി പറയുന്നത് ഈ പെന്തക്കോസ്തിനുള്ളിൽ തന്നെ ജാതിയടിസ്ഥാനത്തിൽ വേർതിരിവുകൾ വന്നത് അവരുടെ ഒരു സമരമാണെന്നാണ്. ഏത്? പുള്ളി ആദ്യം പറഞ്ഞത് ജാതി വേർതിരിവിൽ നിന്ന് നിങ്ങൾക്കൊരു രക്ഷ വേണമെങ്കിൽ ആദ്യം ക്രിസ്തുവിലേക്ക് തിരിയണം. അവർ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞിട്ട് പെന്തക്കോസ്തിൽ വന്നു. പെന്തക്കോസ്തിൽ വന്നിട്ട് അവിടുത്തെ ജാതീയത സഹിക്കുക വയ്യാതെ അവർ അതിനകത്ത് ഡിവിഷൻ ഉണ്ടാക്കി പെന്തക്കോസ്ത് ദളിത് വിഭാഗം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പായിട്ടിരിക്കുകയാണ്. അതാണ് പുള്ളിക്ക് സമരമായിട്ട് തോന്നുന്നത്. എന്തൊരു കോമഡിയാണെന്ന് ആലോചിച്ച് നോക്കണം.